കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ സഹായിച്ച ആ ചേച്ചി കൃഷ്ണയോട് പറയണേ, മോള് എന്നാൽ ചേച്ചിക്ക് ഒരു ലോട്ടറി താ. അയ്യോ അങ്ങനെയൊന്നും വേണ്ട, ഞാൻ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടല്ല ചേച്ചീനെ സഹായിച്ചത്, അതുകൊണ്ടല്ല ഞാൻ മോളോട് ഒരു ലോട്ടറി തരാൻ പറഞ്ഞത്. മോളെപ്പോലെ ഇത്രയും നല്ല ഐശ്വര്യമുള്ള ഇത്രയും ഭാഗ്യമുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറി എടുക്കാൻ തോന്നിയിട്ടാ. മോളൊരു 10 ലോട്ടറി തന്നേക്ക്. അന്നേരം ഗോപാലൻ പറയണേ, അല്ല ഒരു ലോട്ടറി ടിക്കറ്റിന് 50 രൂപയുണ്ടോ? അന്നേരം അവർ പറയണേ, അത് സാരമില്ലെന്നേ, അതിൻ്റെ പൈസ ഞാൻ തരാം. ഈ സമയം കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി എന്നെ സഹായിക്കാനാണ് ഇപ്പോൾ ഇത്രയും ലോട്ടറി എടുക്കുന്നതെന്ന് എനിക്കറിയാം, അതിൻ്റെ ആവശ്യമില്ല. ചേച്ചിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ മതി. മോൾ എനിക്ക് 10 ലോട്ടറി തന്നേക്ക്, അത് ഈ അമ്മയുടെ സന്തോഷമായിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെ 10 ലോട്ടറി ടിക്കറ്റ് എടുത്ത് കൊടുക്കുവാണ്ടോ കൃഷ്ണ. അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് മാറി ഗോപാലനും കൃഷ്ണയെ സംസാരിക്കുവാണ്. അന്നേരം ഗോപാലൻ പറയണേ, ഇന്ന് നമുക്ക് നല്ല കച്ചവടം തന്നെയാണല്ലോ, ഈ സ്ഥലം കൊള്ളാം അല്ലേ മോളെ? അന്നേരം കൃഷ്ണ പറയണേ, പാവം ചേച്ചി, ആ ചേച്ചി എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് അത്രയും ടിക്കറ്റ് വാങ്ങിയത്, എന്തോ പാവം തോന്നുന്നു. അന്നേരം ഗോപാലൻ പറയണേ, അങ്ങനെ ആളുകളെ കണ്ട് പാവം തോന്നി നിന്നാലേ നമ്മുടെ കച്ചവടം നടക്കില്ല മോളെ. എന്താണെങ്കിലും അവരെ മോള് സഹായിച്ചല്ലോ, അതിൻ്റെ സന്തോഷത്തിന് അവരും നമുക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്തു, അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളോട് സംസാരിച്ച് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നവീനും ഗാഥയും കൂടി അമ്പലത്തിന് നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. ഈ സമയം നവീൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്നത് കാണുന്നതും ഗാഥ പതിയെ ഫോൺ എടുത്ത് കുറച്ചങ്ങ് നീങ്ങി കൃഷ്ണയെ ഫോണിലേക്ക് വിളിക്കുവാണ്. ഈ സമയം ഗാഥയുടെ ഫോൺ കാണുമ്പോൾ കൃഷ്ണ പറയണേ, ദേ ഗാഥയെ വിളിക്കുന്നത്, ചിലപ്പോൾ കളരിക്കൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും, അതിൻ്റെ ദേഷ്യം തീർക്കാൻ എന്നെ വിളിക്കുന്നതായിരിക്കും ഗാഥ. അന്നേരം ഗോപാലൻ പറയണേ, മോളെന്താണെങ്കിലും ഫോൺ എടുക്കാൻ നിൽക്കണ്ട, വെറുതെ എന്തിനാ ഫോൺ എടുത്ത് അവളുടെ വായിരിക്കുന്നത് മോള് കേൾക്കുന്നത്, കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. അങ്ങനെ കൃഷ്ണ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം കഥയ്ക്ക് അങ്ങ് ദേഷ്യം വരുമോ, നീ എൻ്റെ ഫോൺ കട്ട് ചെയ്തല്ലേ, നാശം പിടിക്കാനായിട്ട് ഒന്നുകൊണ്ട് വിളിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുവാണ്. അന്നേരം കൃഷ്ണയോട് വീണ്ടും കട്ട് ചെയ്യാൻ ഗോപാലൻ പറയുക. അങ്ങനെ ഗാഥ ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ വീണ്ടും ഫോണിൽ ട്രൈ ചെയ്യാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്തായിരിക്കോട്ടോ നവീൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഗാഥയെ കാണാത്തത്. അങ്ങനെ ഗാഥയുടെ അരികിലേക്ക് ചെന്ന് ഗാഥയെ വിളിക്കണേ, എടോ താണിതെവിടെ പോയിരിക്കുമായിരുന്നു. ഈ സമയം ഗാഥ പറഞ്ഞേ, അത് പിന്നെ നവീൻ, എനിക്കൊരു കോള് വന്നപ്പോൾ, എത്ര വലിയ കോണാണെങ്കിലും ശരി, നമ്മൾ അമ്പലത്തിലല്ലേ നിൽക്കുന്നത്, ഭഗവാന്റെ മുമ്പിലല്ലേ, ഇത് കഴിഞ്ഞിട്ടെടുത്താൽ പോരായിരുന്നോ? സോറി നവീൻ. ഈ സമയം അവർ വീണ്ടും പ്രാർത്ഥിക്കുവാണ്. അന്നേരം ഗാഥയാണെങ്കിൽ ഇങ്ങനെ ചുറ്റും നോക്കുവാണ്ടോ, കൃഷ്ണയെങ്ങാനും ആ പരിസരത്തെങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അന്നേരം പൂജാരി വന്ന് പ്രസാദം തളിക്കുക. ഈ സമയത്തും ഗാഥയുടെ ശ്രദ്ധ മറ്റെവിടെയൊക്കെയാണ് കേട്ടോ. അത് കാണുന്ന നവീൻ പറയണേ, എടോ ഗാഥ, താനിത് എവിടെയാണ് നോക്കി നിൽക്കുന്നേ, തിരുമേനി വന്ന കണ്ടില്ലേ, ആ പ്രസാദം വാങ്ങിക്കുക. അങ്ങനെ ഗാഥ പ്രസാദം വാങ്ങിക്കുവാണ്. പ്രസാദം വാങ്ങി കയ്യിൽ പിടിച്ച് വീണ്ടും ടെൻഷനോടെ അവിടെ ചുറ്റും പരത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അന്നേരം നവീൻ ചോദിക്കണേ, അല്ല താനെന്താ ഇങ്ങനെ നിൽക്കുന്നത്, എപ്പോഴും പ്രസാദം കിട്ടിയാൽ അതിനെ നെറ്റി ചാർത്തി തരാറുണ്ടല്ലോ. ഓ അങ്ങനെയായിരുന്നോ, സോറി നവീൻ. അങ്ങനെ പറഞ്ഞ് ഗാഥ ആ പ്രസാദം എടുത്ത് സ്വന്തം നെറ്റി ചാർത്തുവാണ്. അതോടെ നവീൻ പറയണേ, എടോ താൻ എനിക്ക് ചാർത്തി തരുന്നില്ലേ, ഓ സോറി മാറിപ്പോയതാ. അങ്ങനെ പറഞ്ഞ് ഗാഥ പ്രസാദം എടുത്ത് നവീനെ നെറ്റി ചാർത്താനായിട്ട് തുടങ്ങുമായിരിക്കും. ആ സമയത്തും ഗാഥ പെട്ടെന്ന് ചുറ്റും നോക്കുവാണ്. അന്നേരം ശ്രദ്ധ മാറി പ്രസാദം നെറ്റി ചാർത്തേണ്ടതിന് പകരം കണ്ണിലേക്ക് ഇങ്ങനെ അറിയാതെ വീണു പോകുവാണ് കേട്ടോ. അന്നേരം നവീൻ്റെ കണ്ണ് ചെറുതായിട്ട് നീറുന്നുണ്ടാവും. ഈ സമയം അവിടെ ആരോ നിൽക്കുന്നത് കൊണ്ട് അത് കൃഷ്ണയാണെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ട് ഗാഥ. അന്നേരം നവീനാണെങ്കിൽ ഗാഥ ഇങ്ങനെ വിളിക്കുക, ഗാഥ താനിത് ഇങ്ങോട്ട് പോകുവാണ്, ഇവിടെ എൻ്റെ കണ്ണ് നേരെ പുകയുന്ന കണ്ടില്ലേ. അന്നേരം ഗാഥ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയണേ, അയ്യോ സോറി നവീൻ, ഞാനേ അവിടെ എൻ്റെ ഒരു പരിചയക്കാരി നിൽക്കുന്ന പോലെ തോന്നി, അവ പെട്ടെന്ന് അറിയാതെ അങ്ങോട്ട് നോക്കിയപ്പോൾ ശ്രദ്ധ പോയതാ. ഈ സമയം നവീൻ കണ്ണകത്തോട് ചോദിക്കണേ, എവിടെ, തനിക്ക് പരിചയമുള്ള ആളാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അത് വേണ്ട, അത് എൻ്റെ ഫ്രണ്ടൊന്നുമല്ല, എനിക്ക് തോന്നിയതായിരുന്നു. എന്നാൽ പിന്നെ പൂജയൊക്കെ കഴിഞ്ഞില്ലേ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാം. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി നടക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും കേട്ടോ പെട്ടെന്ന് അവിടെ പുറത്ത് ലോട്ടറി വിറ്റുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണനെയും ഗോപാലനെയും കാണുന്നത്. അന്നേരം കൃഷ്ണയെ നവീൻ കാണാതിരിക്കാനായിട്ട് ഗാഥ പെട്ടെന്ന് നവീൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞേ, വാ നവീൻ, നമുക്ക് വേഗം പോകാം, വേഗം വാ എന്ന് പറഞ്ഞ് ഗാഥയാണെങ്കിൽ ആകെ വെപ്രാളം പിടിക്കുവാണ് കേട്ടോ. അതോടെ നവീൻ ചോദിക്കണേ, ഗാഥ തനിക്ക് എന്താ പറ്റിയത്, അമ്പലത്തിൽ വന്നിട്ട് തൻ്റെ മനസ്സ് അസ്വസ്ഥത ഇതുവരെ മാറിയില്ലല്ലോ, താൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. എന്നാണെങ്കിലും അമ്പലത്തിൽ വന്നതല്ലേ, പ്രസാദം വാങ്ങാതെ എങ്ങനെയാണ് പോകുന്നത്, മുത്തശ്ശി അറിഞ്ഞാലേ അത് മുത്തശ്ശിക്ക് വിഷമവും, നമുക്ക് പോയി പ്രസാദവും കൂടി വാങ്ങാം. അയ്യോ ഇനി പ്രസാദം ഒന്നും വാങ്ങണ്ട നവീൻ, നമുക്ക് പോകാം. എടോ ഗാഥ, താൻ തന്നെയാണ് ഈ പറയുന്നത്, ഏതു നേരവും അമ്പലത്തിലെ കാര്യങ്ങളും അവിടുത്തെ പ്രസാദത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന താനാണോ ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ദേ താൻ വന്നേ, എത്ര സമയമായാലും കുഴപ്പമില്ല, പ്രസാദം കൂടി വാങ്ങിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. എന്നാൽ നവീൻ പോയി വാങ്ങിയിട്ട് വന്നാൽ മതി, ഞാൻ ഇവിടെ നിന്നോളാം. എടോ താനും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. നവീൻ എന്തിനാ എന്നോട് ഇങ്ങനെ ഓരോ കാര്യത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്, നവീൻ ചെന്ന് വാങ്ങിച്ചിട്ട് വാ. എന്നാൽ ശരി എന്ന് പറഞ്ഞ് നവീൻ പ്രസാദം വാങ്ങാനായിട്ട് അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം
കൃഷ്ണ അവിടെ നിൽക്കുന്നത് കണ്ട് ദേഷ്യത്തിൽ ഗാഥ അങ്ങോട്ടേക്ക് നോക്കുവാണ്. അന്നേരം അവർ രണ്ടാളും കൂടി സംസാരിച്ച് നിൽക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ കൃഷ്ണയും ഗോപാലനും ഗാഥയെ കാണുന്നില്ല കേട്ടോ. ഈ സമയം ഗാഥ വീണ്ടും കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. അന്നേരം കൃഷ്ണ പറയണേ, ദേ ഗാഥ പിന്നെയും വിളിക്കുന്നു. ഓ, അവൾക്ക് വേറെ പണിയില്ല എന്നിട്ട് മോൾ ഈ ഫോണൊന്നും എടുക്കാൻ നിൽക്കണ്ട, അങ്ങ് കട്ട് ചെയ്ത് വെക്ക് എന്ന് പറഞ്ഞ് ഗോപാലൻ തന്നെ ഫോൺ മേടിച്ച് കട്ട് ചെയ്യുവാണ്. അതൊക്കെ നേരി കണ്ടിട്ട് ഗാഥക്കാണെങ്കിൽ അങ്ങ് കലിയേറുവാണ് കേട്ടോ. ഇവളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് കൃഷ്ണയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്ത് പ്രസാദം വാങ്ങിച്ച് നവീൻ എത്തുക. ഗാഥ വാ നമുക്ക് പോകാം. ആ, ഇത്ര പെട്ടെന്ന് വാങ്ങിച്ചോ? ആ. അന്നേരം ഗാഥ പറയണേ, എന്നാലേ നമുക്ക് ഈ വഴി ചുറ്റി അങ്ങോട്ട് പോകാം. അതെന്തിനാ അങ്ങനെ പോകുന്നത്? നേരെ കിടക്കുമല്ലോ നമ്മുടെ കാറ്, പിന്നെ എന്തിനാ ചുറ്റി പോകുന്നത്? എന്നാലും നമുക്കിപ്പോൾ അങ്ങനെ പോകാമെന്നേ. അതിനിപ്പോൾ എന്താ കുഴപ്പം? അതിനും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ സമയം ഗോപാലൻ അങ്ങോട്ടേക്ക് പോകുമായിരിക്കും. കൃഷ്ണയോട് ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്തേക്ക് വിൽക്കാൻ വേണ്ടി പോക്കുമെന്ന് പറയുവാണ്ടോ. അങ്ങനെ കൃഷ്ണ നവീനും ഗാഥയും നിൽക്കുന്ന സ്ഥലത്തേക്ക് നടന്നേ വരുവാണ്. ഈ സമയം നവീൻ പറയുന്നുണ്ട്, ആദ്യം എന്നാണെങ്കിൽ പ്രസാദം കഴിക്കാം, എന്നിട്ട് പോകാം. പ്രസാദമൊക്കെ നമുക്ക് അവിടെ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ പോരാ നവീൻ? പോരാ, ഇപ്പം തന്നെ കഴിക്കണം. അങ്ങനെ പറഞ്ഞ് നവീൻ ഇത് പൊട്ടിക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് തിരിയുന്ന ഗാഥ അവരുടെ അരികിലേക്ക് നടന്നു വരുന്ന കൃഷ്ണനെ കാണുവാണ്. അത് കാണുന്നതും വാ നവീൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നവീൻ്റെ കൈ പിടിച്ച് വലിക്കുവാണ് കേട്ടോ. അന്നേരം ആ പ്രസാദത്തിലെ ആ സ്റ്റീലിൻ്റെ സാധനം കൊണ്ട് നവീൻ്റെ കൈ കീറുവാണ്. അങ്ങനെ കൈമുറിഞ്ഞ് രക്തം വരുവാണ് കേട്ടോ. അന്നേരം നവീൻ പറയണേ, ഗാഥ താൻ എന്താ കാണിച്ചത്? എൻ്റെ കൈ മുറിഞ്ഞത് താൻ കണ്ടില്ലേ? അന്നേരം ഗാഥയുമാകി പേടിച്ച് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടെ കൃഷ്ണ നവീനും ഗാഥയും അവിടെ നിൽക്കുന്നതും നവീൻ്റെ കൈ മുറിഞ്ഞ ആ കാഴ്ചയൊക്കെ കാണുന്നത്. അന്നേരം കൃഷ്ണയാണെങ്കിൽ നവീൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ കുറച്ചങ്ങോട്ട് മറഞ്ഞു നിൽക്കുവാണ്. ഈ സമയം ഗാഥയോട് നവീൻ പറയണേ, താനൊരു കാര്യം ചെയ്യ്, കാറിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, വേഗം പോയി എടുത്തിട്ട് വാ എന്ന് പറയുക. അങ്ങനെ ഗാഥ കാറിൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലുവാണ്. ഈ സമയം കൃഷ്ണക്കാണെങ്കിൽ നവീൻ്റെ കയ്യിൽ നിന്ന് രക്തം വരുന്നത് കാണുമ്പോൾ ചങ്ക് പൊടിയുവാണ് കേട്ടോ. കൃഷ്ണ അവിടെ നിന്നും അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടിപ്പോകുവാണ്. മുറിവിന് വെച്ച് കെട്ടാനുള്ള മരുന്നൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കുവാണ് കേട്ടോ കൃഷ്ണ. ഇതേസമയം കാറിലേക്ക് കയറിയ ഗാഥയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡിൽ മുറിവിന് വെച്ച് പുരട്ടാനുള്ള ബാൻഡേജും മറ്റും തപ്പിക്കൊണ്ടിരിക്കുവാണ്. അന്നേരം നവീനാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഗാഥ ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച്. ഗാഥയാണെങ്കിൽ തപ്പിയിട്ടും ഒന്നും കിട്ടുന്നില്ല. ഈ ഒരു സമയത്ത് കൃഷ്ണ മുറിവിനിടുന്ന ബാൻഡേജും ഓയിൽമെൻറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് നവീൻ്റെ ശ്രദ്ധപ്പെടാതെ കാറിൻ്റെ അരികിലെത്തി കാറിൻ്റെ ഫ്രണ്ടിൽ ആ മരുന്നൊക്കെ കൊണ്ടുവന്ന് വെക്കുവാണ്. ഈ കാഴ്ച ഗാഥ കാണുന്നുണ്ട് കേട്ടോ. ഗാഥയാണെങ്കിൽ അതുകൊണ്ട് ദേഷ്യത്തിൽ കൃഷ്ണയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അന്നേരം കൃഷ്ണ നവീൻ വരുന്നതിന് മുമ്പ് തന്നെ വേഗം അവിടെ നിന്ന് മാറിക്കളയുവാണ്. ഈ സമയം ഗാഥ പോയിട്ട് കുറേ നേരമായിട്ടും തിരിച്ചു വരാത്ത കാരണം നവീൻ കാറിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ നവീൻ ഗാഥയുടെ അരികിലേക്ക് ഡോറ് തുറന്ന് കയറാൻ തുടങ്ങുമ്പോഴായിരിക്കും കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്ന ബാൻഡേജും മരുന്നും ഒക്കെ കാണുന്നത്. അത് കാണുന്നത് നവീൻ അതെടുത്ത് കെട്ടാൻ തുടങ്ങുക. ഈ സമയം കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഗാഥ തന്നെ നവീൻ്റെ കയ്യിൽ അതൊക്കെ കെട്ടിക്കൊടുക്കുവാണ് കേട്ടോ. അന്നേരം അത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കൃഷ്ണ. നവീനൊരു മുറിവ് വന്നപ്പോൾ തനിക്ക് ഓടിയെത്തി നവീനെ സഹായിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ കൃഷ്ണ. ഈ സമയം നവീൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ബാൻഡേജും മരുന്നും ഒക്കെ എങ്ങനെ ഇവിടെ വന്നത്? പിന്നെ താൻ എന്താണ് നോക്കിക്കൊണ്ടിരുന്നത്? അത് പിന്നെ നവീൻ എന്നൊക്കെ പറഞ്ഞ ഗാഥ എന്ത് കള്ളം പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഈ സമയം നവീൻ ചോദിക്കണേ, അത് ശരി, അപ്പോൾ ടെൻഷനിൽ ഇതൊക്കെ എല്ലാം ഇവിടെ മറന്നു വെച്ചിട്ട് താൻ വീണ്ടും അതിൻ്റെ ഉള്ളിൽ പോയി ബാൻഡേജും മരുന്നും തപ്പുമായിരുന്നോ? അന്നേരം ഗാഥ പറയണേ, ആ അതേ നവീൻ, നവീൻ്റെ കയ്യിൽ നിന്ന് രക്തം വരുന്ന കണ്ടപ്പോൾ എൻ്റെ തല കറങ്ങുന്ന പോലെയായി, ഞാനാകെ വല്ലാണ്ടായിപ്പോയി നവീൻ. അത് അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മുടെ മനസ്സിൽ ഒരാളോട് ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ തോന്നും. എന്താണെങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പായി, താൻ എത്രയൊക്കെ എന്നോട് വഴക്കിട്ടാലും ദേഷ്യപ്പെട്ടാലും എനിക്കൊരു പ്രശ്നം വന്നാൽ, എനിക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ താൻ എവിടെയാണെങ്കിലും എൻ്റെ ഗാഥ എൻ്റെ അരികിലേക്ക് ഓടിയെത്തുമല്ലോ. അങ്ങനെ നവീന പറയുന്നതൊക്കെ കൃഷ്ണയെ കുറിച്ചിട്ടാണല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ ഗാഥക്ക് നല്ലാതെ ദേഷ്യം കയറുന്നുണ്ട്. ഈ സമയം അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ കൃഷ്ണ നേരത്തെ സഹായിച്ച ആ ചേച്ചിയുണ്ടല്ലോ, ആ ചേച്ചിയും അവർക്കൊപ്പം ഒരു സ്ത്രീയും ഗാഥയെ കണ്ട് കൃഷ്ണയാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങോട്ടേക്ക് വരിക. മോൾക്ക് എന്നെ ഓർമ്മയില്ലേ? നേരത്തെ മോളെന്നെ സഹായിച്ചു. അല്ല, ഇതേതാ ഈ കാറ്? മോളുടെ കാറാണോ? ഈ കൂടെയുള്ളതാരാ? മോളുടെ ഭർത്താവാണോ? അതേന്ന് നവീൻ പറയുവാണ്ടോ. അന്നേരം ആ സ്ത്രീ പറയണേ, കുറച്ച് നേരം മുമ്പ് മോള് ലോട്ടറി ടിക്കറ്റ് വിട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. മോളുടെ കയ്യിൽ നിന്ന് 10 ലോട്ടറി ടിക്കറ്റ് വാങ്ങുകയും ചെയ്തു. അല്ല, ഇത്രയൊക്കെ പണം ഉണ്ടായിട്ട് മോൾ എന്തിനാ ലോട്ടറി കച്ചവടം നടത്തുന്നത്? എന്തെങ്കിലും നേർച്ചയുടെ ഭാഗമായിട്ടാണോ? അന്നേരം കഥ പറഞ്ഞേ, നിങ്ങളെ ഞാൻ കണ്ടില്ലല്ലോ. കുറച്ച് മുമ്പ് എനിക്ക് തളർച്ച വന്നപ്പോൾ മോളല്ലേ എന്നെ സഹായിച്ചത്? കേട്ടോ മോൻ്റെ ഭാഗ്യവും ഇതുപോലെ നല്ല മനസ്സുള്ളൊരു പെൺകുട്ടി. അല്ല കഥ, താൻ ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായല്ലോ, പിന്നെ എപ്പോഴോ ഈ അമ്മയെ സഹായിക്കാൻ പോയത്? നവീൻ, ഇവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം ആ സ്ത്രീ പറയണേ, അയ്യോ മോളെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഞാൻ മോളെ തന്നെയാണ് കണ്ടത്, പക്ഷേ ഡ്രസ്സ് ഇതല്ലായിരുന്നു. ഈ സമയം നവീൻ പറയണേ, അല്ല നിങ്ങൾ എൻ്റെ ഭാര്യ ഗാഥയെ തന്നെയാണോ കണ്ടത്? അതേനെ, ഒരു വ്യത്യാസവും ഇല്ല.
ഈ സമയം കഥ പറയണേ നവീൻ ഇവർ പറയുന്നതൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണോ? ദേ എനിക്കൊന്നാമത് തല വേദനെടുത്തിട്ട് വയ്യ. ഇവിടെ വന്നപ്പോൾ തൊട്ട് പറഞ്ഞതാ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും അസ്വസ്ഥതയുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാം. അല്ല കഥ ഇവർ പറയുന്നത് കേട്ടിട്ട് എന്താണെന്നൊന്ന് അന്വേഷിച്ചിട്ട് പോകാം. വേണ്ടെന്നല്ല പറഞ്ഞത്. എനിക്ക് തീരെ വയ്യ നവീൻ, വണ്ടി എടുത്തേ എന്നും പറഞ്ഞ് നവീനെ നിർബന്ധിച്ച് കാറിൽ കയറ്റുവാണ്ടോ. ഇതെല്ലാം അവിടെ നിന്ന് കൃഷ്ണ കാണുന്നുണ്ടാവും. അന്നേരം ആ ചേച്ചി കൂടെയുള്ള ആളോട് പറയണേ എന്നാലും ഈ കുട്ടിക്ക് ഇതെന്ത് പറ്റി? ഇതെന്ത് മറിമായോ ഇവിടെ സംഭവിക്കുന്നത്? എന്തേലും ആവട്ടെ എന്നും പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ്. ഈ സമയം കൃഷ്ണയാണെങ്കിൽ മനസ്സിൽ പറയണേ ഭഗവാനെ നവീൻ ഒരാപത്തും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് നവീന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഈ സമയം ഗാഥയും നവീനും കൂടി കാറിൽ പോകുന്നതാണ്ടോ കാണിക്കുന്നത്. അന്നേരം നവീൻ പറയണേ എന്നാലും ആ സ്ത്രീ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ആർക്കറിയാം, അവർക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ലോട്ടറി കച്ചവടമാണെന്നൊക്കെ പറയുമോ? ഞാനേ സിത്താര ശ്രീനിവാസിൻ്റെ മകളാണ്. എടോ അതിന് താണെന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഇങ്ങനെ പറയാതെ അവരെ അപമാനിച്ചതേ എന്നെ എൻ്റെ മമ്മീനെയാ. ഇതെൻ്റെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് നവീൻ, അവരുടെ ഒരു ലോട്ടറി. അന്നേരം നവീൻ പറയണേ എനിക്കെന്തോ അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആളാണെന്നും തോന്നിയില്ല. എന്നാണെങ്കിലും താൻ ഇനി ആ കാര്യം ഓർത്തിട്ട് nervous ആവാതെ അമ്പലത്തിൽ പോയാലെങ്കിലും തൻ്റെ ഈ മൂടൊക്കെ മാറി താൻ നോക്കിയാകുമെന്ന് വിചാരിച്ചതാ. എന്നിട്ട് അതും നടന്നില്ല. എന്താണെങ്കിലും തലവേദനയുണ്ടെന്നല്ലേ പറഞ്ഞത്? താൻ വേണമെങ്കിൽ ഒന്ന് മയങ്ങിക്കോ. അതാ നല്ലത്. അങ്ങനെ പറഞ്ഞ ഗാഥ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുവാണ്. നവീൻ്റെ മനസ്സിലാണെങ്കിൽ എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം കൃഷ്ണ ഗോപാലനോട് പറയുക. അത് കേൾക്കുന്നതും ഗോപാലൻ പറയണേ മോളെ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? നവീൻ കാണാതിരിക്കാനും നവീൻ്റെ കണ്ണിൽ പെടാതിരിക്കാനുമാണ് നമ്മൾ സിറ്റിക്ക് പുറത്തുള്ള ഈ ദൂരെയുള്ള സ്ഥലത്തേക്ക് വന്നത്. എന്നിട്ട് ഇപ്പോൾ നവീൻ ഇവിടെ എത്തി. അതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത്? നവീൻ എങ്ങനെ ഇവിടെ എത്തിയത്? നവീൻ എങ്ങനെ എത്താൻ? കാറി വന്നു. എൻ്റെ മണ്ടി, അതല്ല ഞാൻ പറഞ്ഞത്. നവീൻ ഇവിടെ എത്തിച്ചതേ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ വരുന്ന എല്ലാവരും ഇവിടെ എത്തിക്കുന്നത് ദൈവം തന്നെയല്ലേ? ആണ്. പക്ഷെ നമ്മൾ നവീൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? നവീൻ മോൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമല്ലേ? അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? നിങ്ങൾ എത്ര അകലാൻ ശ്രമിച്ചാലും ദൈവം നിങ്ങളെ അടുപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങൾ തന്നെയായിരിക്കും ഒന്നിക്കാൻ പോകുന്നത്. മോൾ നോക്കിക്കോ. അന്നേരം കൃഷ്ണ പറയണേ ഈ മനപ്പായസം കാണൽ ഇതുവരെ നിർത്താറായില്ലേ? ഇതേ ചുമ്മാ കാണുന്ന മനപ്പായസമൊന്നുമല്ല മോളെ. മോളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ അതിൻ്റെ പവിത്രതയുണ്ടോ? പിന്നില്ലാതെ. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കഴുത്തിൽ എല്ലാ കാലവും കൂടെ ഉണ്ടാകാം എന്നുള്ളൊരു വാക്ക് കൊടുത്തും കയ്യിൽ കെട്ടുന്ന പവിത്രമായ ഒരു ചരടാണ് താലിച്ചരട്. ആ താലി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണിൽ വെച്ചുകൊണ്ടല്ലേ ആ പെൺകുട്ടി അവളുടെ ദിവസം തുടങ്ങുന്നത്. ആ താലി കഴുത്തിലുള്ളത് അവളുടെ ഏറ്റവും വലിയ ശക്തി. അതൊക്കെ കേട്ടിട്ട് ഗോപാലൻ പറയണേ അപ്പോൾ താലിയുടെ എല്ലാ പവിത്രതയും മഹത്വം ഒക്കെ മോൾക്കറിയാം. അങ്ങനെ ഇത്രയും പവിത്രമായ ഈ താലി നവീനെ പോലെ ഒരാൾ മോളുടെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെയും സമ്മതത്തോടെയും കൂടിയാണ്. അങ്ങനെ ഗോപാലൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് അതൊക്കെ സത്യമാണെന്നുള്ള രീതിയിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കൃഷ്ണയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്